ചേട്ടാ ഗോവിന്ദസ്വാമി, ഞാൻ നോർമലി ഓഫീസിലേക്ക് വരുന്നത് ടൈമിൽ ഒരു 9 മണി 9:15 ഇടയ്ക്ക് ഓഫീസിലേക്ക് വരുമായിരുന്നു. അപ്പോൾ വരുന്ന വഴിക്ക് ഇവിടെ കണ്ണൂർ തളാപ്പിലാണ് എൻ്റെ ഓഫീസ്. അപ്പോൾ വരുന്ന വഴിക്ക് ഏകദേശം അവിടെ ഒരു പോസ്റ്റ് ഓഫീസ് ഉണ്ട്. അപ്പോൾ പോസ്റ്റ് ഓഫീസിന്റെ അവിടെ എത്തിക്കഴിയുമ്പോൾ രാവിലെ ഞാൻ ഈ ന്യൂസ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോസ്റ്റ് ഓഫീസിന്റെ അവിടെ എത്തിക്കഴിയുമ്പോൾ റോഡിന്റെ ഞാൻ വണ്ടി പോകുന്ന അതേ ഇടത് സൈഡിലൂടെ തന്നെ 2 വീലറിലാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആ സൈഡിലൂടെ തന്നെ ഒരാൾ അതെ ഏകദേശം ഈ ഭാഗത്തേക്കായിരുന്നു നടന്നു വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ പോകുമ്പോൾ ഒരാൾ വളരെ സ്ലോ ആയിട്ട് നടന്നു കണ്ടു കഴിഞ്ഞാൽ ഒരു ബെഗർ യാചകം വരുന്ന പോലെ ഉണ്ടായിരുന്നത്. അപ്പോൾ കണ്ട് സംശയം തോന്നി ഞാൻ, കാരണം അയാൾ എത്തുമ്പോഴേക്കും കുറച്ചൊരു സ്ലോ ആയിട്ട് നടന്നു. ജസ്റ്റ് ഒന്ന് ഫേസ് ടു ഫേസ് നോക്കി വീണ്ടും ആൾ നടന്നുപോയി. അപ്പോൾ നടന്നുപോയ ഉടനെ തന്നെ ഞാൻ തൊട്ടടുത്തുണ്ടായിരുന്ന ഒരാളോട് ചോദിച്ചു, ഇത് ഇയാളാണോ എന്ന് സംശയമുണ്ട്, നമുക്ക് നോക്കിയാലോ എന്ന് പറഞ്ഞു. ഉടനെ അയാൾ എൻ്റെ സ്കൂട്ടർ, ഒരു ഓട്ടോ ഡ്രൈവറാണ് അദ്ദേഹം, എൻ്റെ സ്കൂട്ടറിന്റെ ബാക്കിൽ കയറി ഞങ്ങൾ ഉടനെ ഒരു 10-20 മീറ്റർ ബാക്കിൽ ഇയാളുടെ പുറകെ തിരിച്ച് ഇയാളെ ഫോളോ ചെയ്തതിന് ശേഷം വണ്ടി നിർത്തി ഞങ്ങൾ ഇവനെ വിളിക്കുമ്പോഴേക്കും ഇവൻ നടത്തുന്ന സ്പീഡ് കൂട്ടി. ഇപ്പം ഞങ്ങൾ പേരെടുത്ത് വിളിച്ചു. ഗോവിന്ദസ്വാമി എന്ന് വിളിക്കുമ്പോഴേക്കും ആൾ ഉടനെ തന്നെ ഇവിടെ പണി നടക്കുന്ന ഒരു വീടുണ്ട്. ആ വീടിന്റെ ആ പോക്കറ്റ് റോഡിലൂടെ മതിലൂടെ ഓടി ഈ കാട്ടിനുള്ളിലേക്ക് എടുത്ത് ചാടി ഓടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഉടനെ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ, ഞാൻ ടൗൺ പോലീസ് സ്റ്റേഷനിൽ കൈ തിരിച്ചറിയാൻ വേണ്ടി പറ്റുന്നത്, കാരണം ആള് എനിക്ക് തോന്നുന്നു ഇടത് കൈയാണെന്ന് തോന്നുന്നു അയാളുടെ ഇല്ലാത്തത്. അപ്പോൾ ആ കൈ, ഈ തലയിൽ ചെറിയ വേസ്റ്റ് തുണിയുണ്ട്. അപ്പൊ ആ തുണിയുടെ ഇടയ്ക്കൊക്കെ കൈ ഇങ്ങനെ തിരികെ കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം അതിലാണ് എനിക്ക് സംശയം തോന്നിയിട്ടുണ്ടായിരുന്നത്. കാരണം അത്ര വലിയ വെയിറ്റ് ആണെങ്കിൽ ആൾക്ക് 2 കൈയും കൂടി പിടിച്ചാൽ പോരെ. ഈ ന്യൂസും കാര്യങ്ങളെല്ലാം കൂടി കേട്ടപ്പോൾ ഒരു സംശയത്തിന്റെ മുകളിൽ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയതാണ് ആള്. പോലീസിൽ ഉടനെ ഞാൻ ടൗൺ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചറിയിച്ചു. മാക്സിമം ഒരു 5 to 7 മിനിറ്റ്സിനുള്ളിൽ പോലീസ് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. കൂടുതൽ പോലീസ് ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് നിൽക്കാൻ പറ്റുമോ ഇവിടെ കാണാൻ? തീർച്ചയായിട്ടും ഞാൻ ഇതുവരെ അയാളെ കണ്ട് ഐഡന്റിഫൈ ചെയ്ത ടൈം മുതൽ ഇപ്പൊ ഇതുവരെ ഈ ലൊക്കേഷനിലുണ്ട്. അപ്പോ തീർച്ചയായിട്ടും പിടിക്കണം തന്നെയാണ്. അപ്പൊ ഇതിനകത്ത് ഒരുപാട് കാടും ഇതുള്ള സ്ഥലമാണ്. അപ്പൊ പെട്ടെന്ന് ചാടിയതാണോ അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും ഓടിപ്പോകാൻ? ആളെ എസ്കേപ്പ് ആവണം എന്നുള്ള ഇതിൽ തന്നെ, കാരണം അതിന് 2 സൈഡും മതിലാണ്. അപ്പൊ ആള് നേരെ ഫ്രണ്ടിലേക്ക് തന്നെ ഓടി, നേരെ ഫ്രണ്ടിൽ കാണുന്ന മതിലിലേക്ക് എടുത്ത് ചാടി കാട്ടിനുള്ളിലേക്ക് ചാടുകയാണ് ചെയ്തിട്ടുണ്ടായത്. കൃത്യ സമയം എത്രയായിരിക്കും? ഏകദേശം ഒരു 9 മണിക്ക് 9:15 ഇടയ്ക്കാണ് ഉള്ളത്. അപ്പൊ ഇടത് കൈയാണ് മുറിച്ചു മാറ്റി. അപ്പൊ ഈ കൈ ഏതാണെന്ന് മനസ്സിലാവാതിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ മുറിച്ചു മാറ്റിയത് മനസ്സിലാവാതിരിക്കാൻ, ആ ഒരു കയ്യിലൊരു വേസ്റ്റ് തുണി മാതിരി ഉണ്ടായിരുന്നു. അത് കയറ് കെട്ടിയിട്ടുണ്ടായിരുന്നു. ഈ കയറല്ല, വേറൊരു കയറായിരുന്നു. ആ കയറ് കെട്ടി തൂങ്ങിയിട്ട് ആ വെള്ളത്തിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കണ്ട ഉടനെ ഒച്ചയിട്ടാൻ നോക്കിയപ്പോൾ എന്നോട് പറഞ്ഞു, ഒച്ചയിട്ട കുത്തി കൊല്ലും എന്ന് പറഞ്ഞിരുന്നു എന്നോട്. അങ്ങനെ ഒരു ഭീഷണി എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ചേട്ടനെ കണ്ടപ്പോ ഇങ്ങോട്ട് പറഞ്ഞു എന്നോട്, ഞാൻ ഒച്ചയിടാൻ നോക്കിയപ്പോൾ പറഞ്ഞു ഒച്ചയിട്ട കുത്തിക്കൊല്ലും എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു നീ പോടാ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഒച്ചയിട്ട് ആൾക്കാരെ വരുത്തിച്ചു. പിന്നെ കയറി ഓടാനുള്ള സമയം അത് നോക്കിയില്ല. അപ്പോഴേക്കും ആൾക്കാരെത്തി. ഞാൻ ഒച്ചയിട്ട്, നമ്മളിവിടെ തന്നെ ഉണ്ടല്ലോ, ഞാൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ. അപ്പോൾ വേറൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അയാൾക്ക് വെള്ളത്തിലല്ലേ, പെട്ടെന്ന് ചാടിക്കാരൻ ഒരു കൈ ഇതുമാണല്ലോ. അപ്പോൾ ആൾക്കാരെല്ലാം പെട്ടെന്ന് വന്നപ്പോൾ എല്ലാവർക്കും ആയി. പിന്നെ അവന് പേടിയായല്ലോ. പിന്നെ അങ്ങനെ വലിച്ചു കയറ്റിയായിരുന്നു. ആരാണ് എനിക്ക് അയാൾക്ക് ഞാനൊരു സലോട്ട് കൊടുക്കണം എന്ന് എനിക്കുണ്ട്. അയാളൊന്ന് കൈ പിടിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അയാൾക്ക് ഈ ഗോവിന്ദൻ ഒന്ന് വിളിക്കാൻ തോന്നിയതും അയാളെ ഇങ്ങനെ എല്ലാവരെയും അറിയിക്കാൻ തോന്നിയതും പിടിച്ചതും അത് തന്നെയാണ് അതിന്റെ ഇത്. അവൻ എവിടെ പോയിട്ടും കാര്യമില്ല, അവനെ നമ്മുടെ ഈ ജനം പിടിക്കും.